നമസ്കാരം ശ്രീ രാമൻ നായർ. നമസ്കാരം. ഈ ഏറെക്കാലം, അതായത് 55 വർഷം അമേരിക്കയിൽ കഴിയുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും അവിടെ ഉണ്ടാകുന്ന മാറ്റവും അവിടുത്തെ രാഷ്ട്രീയവും അറിയാനൊക്കെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതെ. പുതിയ ഭരണാധികാരി വരികയാണ് ജനുവരിയിൽ. അതെ. താങ്കൾ ഏറെക്കാലത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ വന്നു. ഇനിയിപ്പോൾ ഉടനെ അങ്ങ് മടങ്ങും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അതെ. ഈ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ ട്രംപിന് ആ തെരഞ്ഞെടുപ്പ് തന്നെ മലയാളികളെ ഇവിടെ എന്തോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെയാണ് ആവേശത്തോടെ കണ്ടിരുന്നത്. അതെ. അപ്പോൾ ഈ 55 വർഷമായിട്ട് അവിടെ കഴിയുന്ന താങ്കൾക്ക് അവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ ധാരാളം ഉണ്ടാവും. ഈ രണ്ടാമത് ഒരിക്കൽ കൂടി ട്രംപ് വരുമ്പോൾ എന്തായിരിക്കും ലോകത്തിന്റെ പ്രതീക്ഷ? ട്രംപ് എന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന ട്രംപ്, അദ്ദേഹം ബിൽഡറായിരുന്നു. അപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് ബിൽഡിങ്സ് എല്ലാം ന്യൂയോർക്കിൻ്റെ ഏരിയയിൽ കെട്ടും. ഞാനും പല വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഐ ഓൾവേസ് കീപ് ട്രാക്ക് ഓഫ് ഹിം. എനിക്ക് അറിയണം അയാൾ എന്തൊന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഹി വാസ് എ ഡെമോക്രാറ്റ്. അതെ, ട്രംപ് അന്നൊക്കെ. ആൻഡ് ഹി വാസ് എ ഹോം ബിൽഡർ. സോ അദ്ദേഹം വാസ് എങ്ങനെ പറയുന്നത്, ഐ മീൻ ചിലതൊക്കെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും പറയത്തില്ല കേട്ടോ. അത് ശരിയല്ല. സോ പക്ഷേ അദ്ദേഹം ഒരു the philosophy he had, is not that I had. എനിക്ക് എൻ്റെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഐ പേ ദം. ഇദ്ദേഹം പണ്ടേ ആർക്കും കാശ് കൊടുക്കില്ല. യെസ്, ഹിസ്റ്റോറിക്കലി he was known that way കേട്ടോ. He is a very tough guy. See that toughness you are seeing in this administration. എന്തൊക്കെയായിരുന്നാലും ഒരുപാട് എൻഡൈറ്റ്മെൻറ്റ്സും അതും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇസ് വെരി ഡിഫറെൻറ്റ്. അയാളുടെ ചിന്തയും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നെവർ ഹാവ് എ വാർ, യുദ്ധം പാടില്ല എന്നുള്ള ഒരു ഫിലോസഫിയാണ് അദ്ദേഹത്തിനുള്ളത്, വിച്ച് ഈസ് എ വെരി ഗുഡ് വൺ. അല്ല, അങ്ങനെ യുദ്ധം പാടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്രയേലും ഗാസയും ലെബനനും ഇറാനും ഒക്കെയായിട്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അതെ, അതിനെ അവസാനിപ്പിക്കുമോ? അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇപ്പൊ തന്നെ ഓൾറെഡി അദ്ദേഹം പുടിനെ പോയി കാണും. റഷ്യയിൽ പുടിൻ ഇസ് എ ഫ്രണ്ട് ഓഫ് ഹിം. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അല്ലേ? അതെ. അതുകൊണ്ട് എന്ന് പറയുന്ന പോലെ നോർത്ത് കൊറിയയിലെ പ്രസിഡന്റ് ഈസ് എ ഫ്രണ്ട് ഓഫ് ഹിം. ഇങ്ങനെ സോ ഹീസ് എ വെരി എന്താ പറയുന്നത്, ഈ നെഗോസിയേഷനിൽ വെരി കേപ്പബിൾ മാൻ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ്. അതേ സമയത്ത് നോ എന്ന് പറയുന്നതിന് ഒരു വിഷമവുമില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് നോ പറയുന്നത്? ഇതേ പറയും, നോ പറഞ്ഞാൽ നോ ആണ്. അത് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ഹിസ് ക്യാബിനറ്റ്, പലരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ലുക്ക് എവരിബഡി ലൈക്ക് രാമസ്വാമി, ഇഫ് യു ലുക്ക് അറ്റ് ട്രംപ്, I mean, these are business people, they have no knowledge of administration. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിലീഫിൽ he wants all these other people to come and run the government. It's a very totally different approach. അത് എനിക്കതിൽ ഒബ്ജക്ഷൻ ഇല്ല. അത് വാസ്തവത്തിൽ നല്ലതാണ് എന്ന് പറയുമ്പോൾ, സോ ഇഫ് യു ടേക്ക് ദ ഗവൺമെൻറ് അമേരിക്കയിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ദേ ഓൾ ഗെറ്റ് ദെയർ പെൻഷൻ, ദേ ഓൾ ഗെറ്റ് ദിസ് ആൻഡ് ദാറ്റ്, ബട്ട് മെനി ഓഫ് ദം ഡോണ്ട് വർക്ക് വെരി മച്ച്. ഇവിടുത്തെയും പോലെയാണ്.
ഇവിടെ എല്ലാവരും പറയത്തില്ലേ, ഞാൻ അവിടെ പോയി പേപ്പറിൽ എൻ്റെ പേര് സൈൻ ചെയ്തിട്ട് വേറെ വല്ല ജോലിക്ക് പോകുമെന്ന് പറയുന്നത് പോലെ അവിടെയും സംഭവിക്കുന്നുണ്ട്. സോ അതൊക്കെ നിർത്തണം എന്നുള്ളതാണ് കേട്ടോ. ഹി വോണ്ട്സ് ടു ഡിസ്ട്രോയ്, ഇറ്റ്സ് എ റോങ് വേർഡ്, പക്ഷേ ദാറ്റ്സ് വാട്ട് ഹിസ് ഇൻറ്റൻഷൻ ഇസ്, ടു നിർത്തുക ഇങ്ങനെയുള്ളത്. ആൻഡ് he even wants to eliminate certain departments. These are very drastic steps. And he has decided to put tariff. Tariff എന്ന് പറഞ്ഞാലേ anything that is imported from China, Canada, Mexico, എല്ലാത്തിനും 20% tax. This is something that nobody would even imagine doing it. But he is ready to do that. പക്ഷേ that can create a major economic turmoil, in my opinion. Other kind of, I feel it. ഈ ആദ്യത്തെ തവണയിൽ നിന്ന് രണ്ടാമത്തെ തവണ വരുമ്പോൾ ട്രംപിന് കുറച്ചധികം മാറ്റമുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പല പുതിയ നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ടല്ലോ. കുടിയേറ്റം അല്ലേ, അനധികൃതമായിട്ടുള്ള കുടിയേറ്റം, പിന്നെ അതുപോലെ യുദ്ധത്തിന് വേണ്ടി പല രാജ്യങ്ങൾക്കും വലിയ സഹായം, സാമ്പത്തികം, ആയുധം ഒക്കെ നൽകുന്നു. അതൊക്കെ കുറയ്ക്കാനായിട്ട് തീർച്ചപ്പെടും. അതെ അതെ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഈവൻ വെൻ ഹി വാസ് ദ ഫസ്റ്റ് ടൈം, എന്തിനാ അമേരിക്ക കാശ് കൊടുക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് വി ഹാവ് ദിസ് ട്രൈബ്യൂണൽ, യൂറോപ്പും ജർമ്മനിയും എല്ലാവരും, ബട്ട് അവരാരും കാശ് ഇടുന്നില്ല. അമേരിക്ക എന്തിനാണ് കാശ് കൊടുക്കുന്നത്? അതുകൊണ്ട് അയാളുടെ ഫിലോസഫി അവരും ഈക്വലായിട്ട് ഇടണം എന്നുള്ളതാണ്. Equal amount of money should come proportionately from England. England ചെയ്യുന്നുണ്ട്. If you take Germany, France, Hungary, or എല്ലാവരും കൊണ്ട് ചെയ്തില്ലെങ്കിൽ അയാൾ പറഞ്ഞ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ വേറൊന്ന് ഇസ് റിയലി മേജർ. India believes in cleaning up the pollution, environmental cleanup. He doesn't believe in that. ഈ ഇന്ത്യയുമായിട്ട് ഏത് തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കും മുമ്പോട്ട് പോവുക? നേട്ടം ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാം? ഇന്ത്യയുമായിട്ട് in my opinion be very helpful, because he is a good friend of Modi. And അതല്ലാതെ തന്നെ he likes Indians, because so many brilliant Indians work in the US. They are not begging, they are not starving. They're very rich people. In fact, if I'm not mistaken, the richest community is Indians, because they all make good money. If you see some of these guys, വീടൊക്കെ നോക്കിയിരുന്നാൽ ഒരു അറ്റ്ലീസ്റ്റ് 5,000 square feet, up to 10,000-15,000 square feet homes, കേട്ടോ, അത്ര വെൽ ടു ഡു പീപ്പിൾ. അതുമാത്രമല്ല, ഹി നോസ് ദാറ്റ് ദേ ആർ ബ്രില്യൻറ്റ്, ദേ വർക്ക് ഹാർഡ്, ദേ ഹാവ് ഡൺ സോ മെനി ഗുഡ് തിങ്സ് ഫോർ അമേരിക്ക. സോ അതുകൊണ്ട് ഹി വുഡ് ഈവൻ increase the quota of H1 visa to people from India. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. അല്ല, ട്രംപാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിലും ഇലോൺ മസ്ക് ഒക്കെ ആയിരിക്കുമല്ലോ ഭരിക്കുന്നത് അല്ലേ? I don't know whether how much that is true. Elon Musk is going to benefit. Already, his SpaceX program is going to just become very big, because this is guaranteed contract for him. See, പലരും സ്പേസ് എക്സ് മാതിരിയുള്ള കമ്പനീസ് ഉണ്ട് പ്രൈവറ്റ് സെക്ടറിലെ. ഇപ്പം ബോസോ, എന്തോന്നാ, ആമസോണിലെ ആൾ. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതുണ്ട്. ദേ ആർ നോട്ട് ആസ് പോപ്പുലർ ആസ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ഈസ് എ ജീനിയസ്, ഈസ് ഡെഫിനറ്റ്ലി brilliant, and അത് കാരണം he is there to benefit a lot. Then his goal is to help the rich people.
ശ്രീ രാമൻ നായർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു അവിടെ? വോട്ടവകാശം ഉണ്ടായിരുന്നില്ലല്ലേ? പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ ആയിപ്പോയി. ഇവിടെ ആയിപ്പോയി. അല്ല, സി ഐ കുഡ് ഹവ് ഡൺ മെയിൽ വോട്ട്. പക്ഷേ ഐ ആം, ഇഫ് യു റിയലി വോണ്ട് നോ, ഐ ആം ഇൻഡിപെൻഡൻറ്റ്. ഐ ആം നീദർ റിപ്പബ്ലിക്കൻ നോർ ഡെമോക്രാറ്റ്, because that's my practice when I had my business for 25 years. I'm dealing with a lot of local communities, city, county. അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന്, I mean, the candidates who are running for election will come ask for donation. മനസ്സിലാണോ? ആ സമയത്ത് I cannot just give donation to one party. What if that person doesn't win and the other guy win? So I give on both sides. അങ്ങനെയുള്ളൊരു ഫിലോസഫി കാരണം. അപ്പോൾ ഇനിയിപ്പം ശ്രീ രാമൻ നായർ അമേരിക്കയിലേക്ക് പോയി തിരികെ വരുന്ന സമയത്ത് അല്ലേ, അപ്പോഴത്തേക്ക് ട്രംപിനെ പൂർണ്ണമായിട്ട് ഒന്നുകൂടെ വിലയിരുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വളരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.